ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടീലുമായിട്ടാട്ടോ. നടീൽ കാണിക്കണം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ നടീൽ കാണിക്കുന്നതും. ഞാൻ ഇന്ന് നടുന്നത് എന്താണെന്നറിയോ? കൂർക്കലെന്ന് എപ്പം കൂർക്കല പറഞ്ഞു പോവുക, ഉരുളക്കിഴങ്ങ. ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങാണ് നടുന്നത്. കറി വെക്കാൻ ഉരുളക്കിഴങ്ങ് എടുത്ത് നോക്കുമ്പോൾ ഒക്കെ മുളച്ചിട്ടുണ്ട്. പിന്നെ മുളച്ചാൽ പിന്നെ നമുക്ക് കറി വെക്കാൻ അത് പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചത് അങ്ങ് നടട്ടെ എന്നുള്ളത്. ഞാൻ ഇതിന് മുമ്പ് നടിയിലും വിളവെടുപ്പും എല്ലാം ഞാൻ കാണിച്ചതാണ് ഉരുളക്കിഴങ്ങിൻ്റെ. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ കാണിച്ച് അപ്പോൾ അതിൽ കമൻറ്റ് ഇങ്ങനെ വരിക, അവരുതൊക്കെ അല്ല കുറേ പേരുത് ഇങ്ങനെ വളർന്ന് ഇത്ര പൊക്കത്തിലെത്തി ഇതിന് ചീഞ്ഞു പോകുക എന്നുള്ളത്. അപ്പം ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കി ഒന്നും കൂടെ കേട്ടോ. എൻ്റെത് ഇതുവരെ ചീഞ്ഞിട്ടൊന്നുമില്ലേ, എന്താ അറിയില്ല, ഇതുവരെ ചീഞ്ഞില്ല. ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് നടുന്നത്. അപ്പം ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങ് കാണിക്കുന്നത് തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഉള്ളത് ഞങ്ങളെ കാണിക്കൂട്ടോ. നിങ്ങൾ അതുപോലെയാണോ നട്ടിരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കണേ. പിന്നെ ചീഞ്ഞു പോകുന്നത് എന്താണെന്നുള്ളത് എനിക്കും മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ ഫുൾ അത് ക്ലിയറായിട്ട് കാണിക്കുക. എന്നാ വരും. പിന്നെ ഞാൻ പ്രധാനമായിട്ടും ഞാൻ പറയുന്നത്, ഞാൻ നടുന്നത് നിലത്തല്ല. നിലത്ത് ഞാൻ നടലില്ല, എനിക്ക് സ്ഥലമില്ല എന്നിട്ടാ ഞാൻ നടുന്നത് സിമെൻറ്റ് ചാക്കിലാണ്. ഈ സിമെൻറ്റ് ചാക്ക് എന്ന് പറഞ്ഞാൽ പകുതിയേ ഉള്ളൂ കേട്ടോ. വീട് പണി എടുക്കുന്നവരെടുത്തുനിന്ന് ഞാൻ കട്ട് ചെയ്തത് ഇങ്ങനെ അട്ടിക്കട്ടി വെച്ചത് ഞാൻ ചോദിച്ച് വാങ്ങിക്കൊണ്ടുവന്ന എനിക്ക് മല പോലെ അട്ടിക്ക് വെച്ചാൽ തോന്നുമ്പോൾ ഒക്കെ നടാലോ. അതുകൊണ്ട് അപ്പം ഞാനിത് നമ്മൾ വാങ്ങുന്ന ഗ്രോ ബാഗ് ആക്കുന്ന പോലെ ആക്കുന്നത് എങ്ങനെയെന്നാണ് ഞാൻ എപ്പോഴും പറയലുണ്ട്. എന്നാലും ചിലർക്കത് മനസ്സിലാവുന്നില്ല. ഇതാണ് എൻ്റെ സിമെൻറ്റ് ചാക്കിൻ്റെ അടിഭാഗം. ഞാൻ ഇങ്ങേ അറ്റും ഇങ്ങനെ കുറച്ച് ഈ വീതി ഇതിൽ ഇത്ര അങ്ങോട്ട് വിട്ടിട്ട് ഞാൻ കൂട്ടിക്കെട്ടിയിട്ട് ഞാനത് അങ്ങ് മറിച്ചിട്ടാൽ നിങ്ങൾക്ക് ഗ്രോ ബാഗ് നമ്മൾ വാങ്ങുന്ന ഗ്രോ ബാഗ് പോലെ ആവണമെങ്കിൽ പോട്ടി മിക്സ് ഇട്ടിട്ട് ഫില്ലാവുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ റൗണ്ട് എന്നുള്ളത്. നമ്മളിങ്ങനെ ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം എന്താ അറിയോ? ഈ ഗ്രോ ബാഗ് നമ്മൾ നിറച്ച് കഴിഞ്ഞാൽ അങ്ങ് ചെരിഞ്ഞിട്ടൊക്കെ നിൽക്കും. അങ്ങ് ചെരിഞ്ഞാൽ ഒരു സുഖമല്ലല്ലോ കാണാൻ. മുള്ളൊന്നുമില്ല, കാരണം അത് അത്ര ഹൈറ്റൊന്നും ഇല്ലാത്തതാ. ഞാനിങ്ങനെതാ മറിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പം എത്ര ഒന്നും പെട്ടെന്നൊന്നും മനസ്സിലാവരുത്. ഇപ്പോൾ ഗ്രോ ബാഗ് പോലെ ആയി എന്നുള്ളതൊന്നും. ഇപ്പോൾ പോട്ടി മിക്സ് നിറക്കണം, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. പിന്നെ പ്രധാനമായും പറയാനുള്ളത് ഹോൾസ് ഇട്ടിട്ടുണ്ട്. നിങ്ങളിൽ ഹോൾസ് ഇട്ടിട്ടില്ലായിരുന്നോ? എന്താണ് സംഭവിച്ചത്? കുറേ പേര് പറഞ്ഞു എൻ്റെ ചീഞ്ഞു പോയി എന്നൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ അത് വയനാടായിട്ടാണോ ഒന്നും അറിയില്ല. എന്തായാലും ഞാൻ ഹോൾസ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കൂട്ടിക്കെട്ടൂല രണ്ടറ്റും, അതും നല്ല വലിയ ഹോൾസ് അവിടെ. അപ്പം കുറച്ച് ഹോൾസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇനി ഞാൻ ഓരോന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റിൽ തന്നെ ഞാൻ ചകിരിച്ചോറ്, അങ്ങനെ ചകിരി അടുന്നത്. ചകിരി ചോറൊന്നുമല്ല, ചോറൊക്കെ എടുത്തു പോയത് ചകിരിയാണ്. ഇത് എവിടുന്നാണ് കിട്ടിയത് എനിക്ക് പറയാൻ തന്നെ ഇപ്പം എനിക്ക് കുറവായിന്. ഞാൻ ഇടുമ്പത്തിന് ചോദിക്കും ഇനിയും ബെഡ് പൊളിച്ചത് തീർന്നില്ലേ എന്നുള്ളത്. അപ്പം ഞാൻ ഈ ചകിരിയാണ് ഇടുന്നത് അടിയിൽ. കത്തിക്കൊന്നും വേണ്ടല്ലോ. ഇതിങ്ങനെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ടാനുള്ള ഗുണം എന്താ അറിയോ? മണ്ണ് ഒലിച്ചു പോകൂല. ഇതിലുള്ള പിന്നീട് ഉണ്ടാകുന്ന മണ്ണ്, ഇപ്പം മണ്ണ് വളരെ കുറവ് ഇടുന്നുള്ളൂ, ഒലിച്ചു പോകൂല. പിന്നെ വെള്ളം അങ്ങോട്ട് ഒഴിച്ചപാടെ സ്ലോന്നറിയാം ഒറ്റയടിക്ക് അങ്ങ് പോകൂല. കുറച്ചൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുക. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. കാരണം വേനൽക്കാലാണല്ലോ വരുന്നത്, ചുറ്റും വെയിൽ തട്ടിയിട്ട് ഇതങ്ങ് ഉണങ്ങി പോലാവും. അപ്പോൾ നമുക്ക് ഇതൊക്കെ കുറച്ച് നനവട പിടിച്ച് വെക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചകിരി ഇടുന്നത്. നമ്മൾ തേങ്ങ പൊളിച്ച ചകിരി അപ്പാടിട്ടാലും ഒരു കുഴപ്പമില്ല, അതൊക്കെ ഇട്ട കേട്ടോ. എൻ്റെത് ഇങ്ങനെ ഈ സൗകര്യം ഉള്ളത് കൊണ്ടാണ്. അപ്പം ഇതിൻ്റെ മേലെ ഞാൻ ഇനി ഇടാൻ പോകുന്നത് എൻ്റെ താരം കരിയിലയാണ്. കരിയില ഞാൻ ഇടുമ്പോൾ എനിക്ക് ഗ്ലൗസ് ഇടണം. ഗ്ലൗസ് ഇട്ടില്ലെങ്കിലേ കരിയില വാരിക്കൊണ്ടുവരുമ്പോൾ ഒക്കെ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലെങ്ങാൻ ഈർക്കിലിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പാമ്പ് ഇഴജന്തുക്കളി നമ്മൾ രക്ഷപ്പെടാൻ തന്നെയാണ് മെയിനായിട്ട്. പിന്നെ ഈർക്കിളിയൊക്കെ ഇവിടെ എവിടെയെങ്കിലും നഖത്തിനുള്ളിൽ കുത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ പഴുത്ത് 2 മാസത്തിന് മുടങ്ങിക്കിടക്കാൻ അത് മതി. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. പിന്നെ വൃത്തികേടാവൂര, കൈ വൃത്തികേടാവൂര, പിന്നെ നഖം ചീത്താവൂര, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ സുഖം കിട്ടൂല കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, നടാനുള്ള സുഖം കിട്ടൂല. സുഖം കിട്ടണമെങ്കിൽ പച്ചക്കൈ തന്നെ ആയിരിക്കണം. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഗ്ലൗസൊക്കെ ഇടുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ കൃഷി കണ്ടിട്ട് അതുപോലെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറയട്ടെ, ഞാനിങ്ങനെ വീഡിയോ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുക. അപ്പോൾ ഒരു ഇന്നോവ വന്ന് അങ്ങ് നിർത്തിയിട്ടോ.
ഇത് റോഡ് സൈഡാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നോവ നിർത്തി ഒരാൾ ഇറങ്ങി വണ്ടി അങ്ങ് പോവുകയും ചെയ്ത്. അപ്പം ഞാൻ വിചാരിച്ചു ആരൊക്കെയല്ല ഇവിടേക്കായിരിക്കൂല. നോക്കുമ്പോൾ എന്നെ നിറഞ്ഞു വന്നതാ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ചോദിച്ചറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാ. താങ്ക്സ് കേട്ടോ. അങ്ങനെ കുറേ പേരുണ്ട് ഭയങ്കര ഇഷ്ടമായിട്ട് എന്നെ കാണാലോ എന്ന് വിചാരിച്ചിട്ട് വന്നിറങ്ങി കണ്ട് കുറഞ്ഞ നേരം നിന്നുള്ളൂ, പോയും ചെയ്ത്. ഞങ്ങളെ വീടിന് ഏകദേശം അടുത്ത് തന്നെ. ഞങ്ങളൊക്കെ ഒരു പഞ്ചായത്തിൽ പെട്ടവരാ. അപ്പം ഞാൻ പനമരം പഞ്ചായത്ത് എന്ന് പറയലുണ്ടല്ലോ, അന്നേരം അന്വേഷിച്ച് പിടിച്ചതാ. അപ്പോൾ അയൽവാസി ബന്ധക്കാരും കുടുംബക്കാരൊക്കെ ആയിട്ടുണ്ട് വന്ന് നോക്കുമ്പോൾ. പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കും കടുവ ഇറങ്ങി, പിന്നെ ചേമ്പ് കളക്കുന്ന കാണുന്നത്, കൂർക്കൽ കളക്കുന്ന കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം കടുവ ഇറങ്ങിയിട്ട് കാട്ടിലേക്ക് പോയത് വീഡിയോ ഒക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഞമ്മക്ക് ധൈര്യം പോരട്ടോ. ഒന്നേ പോയുള്ളൂ, വേറെയും ഇവിടെ ഉണ്ട്. കാരണം ഒരാൾ ഇന്നലെ കൊല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കഴുത്തതാക്കി മൊത്തം തിന്ന് തീർക്കാൻ സഹായിക്കാൻ കഴിയൂല കേട്ടോ. അങ്ങനെയൊക്കെ ഞങ്ങളെ വയനാട് ജില്ലയിൽ പനമരം പഞ്ചായത്ത് നിന്ന് അങ്ങ് പോയി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ചകിരി ഇട്ടതിൻ്റെ മേലെ ഞാൻ കുറേ കരിയില, എൻ്റെ കരിയിലൊക്കെ ഞാൻ തോട്ടത്തിൽ നിന്ന് അടിച്ചേരി കൊണ്ടുവന്നതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ കരിയിലിടാറില്ലേ? എന്താ അങ്ങോട്ട് ചീഞ്ഞു പോകുന്നത് എനിക്കറിയുന്നില്ല കേട്ടോ. എൻ്റെ എന്തോ അൽഹംദുലില്ലാ ഒന്നും ചീഞ്ഞു പോയിട്ടുമില്ല. നന്നായിട്ട് എനിക്ക് വിളവ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെ നടല്, ഇതിന് ഒരു വ്യത്യാസം വരുത്തുന്നില്ല. പിന്നെ ഇടയ്ക്കൊരു മണ്ണിടണം. ഈ മണ്ണിൽ ധാരാളം സൂക്ഷ്മ ജീവികളുണ്ട്. അപ്പോൾ ഈ മണ്ണ്, ആ ജീവികൾ നമ്മളിട്ട പോട്ടി മിക്സൊക്കെ ത്വരിതഗതിയിൽ പെട്ടെന്ന് അങ്ങോട്ട് വളാക്കി മാറ്റും. നമ്മൾ കുറേ കഴിഞ്ഞ് നോക്കിയാലുണ്ടല്ലോ ഈ കരിയിലൊന്നും നമ്മൾ കാണൂല. ഈ കരിയിലൊക്കെ വളമായിട്ട് നല്ല ഫലഭൂഷ്ടുള്ള മണ്ണായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ആ മണ്ണ് പാറ പോലെ ഉറക്കൂല. പാറ പോലെ ഉറക്കാതെ നല്ല സോഫ്റ്റ് മണ്ണാണെങ്കിൽ നമ്മൾ നടുന്ന ചെടീൻ്റെ വേരില്ലേ നട്ടോട്ടോടി ജലവും ലവണങ്ങളും വലിച്ചെടുത്തിട്ട് ചെടികൾക്ക് കൊടുക്കും. അപ്പം ചെടികൾ നല്ല കരുത്തിൽ വളരും. നല്ല കരുത്തിൽ വളർന്നാൽ പിന്നെ പറയണോ. പിന്നെ ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ അടിയിലുണ്ടാകുന്നതാട്ടോ. അതും എന്നോട് സംശയം ചോദിച്ചിരുന്നു, ഈ ഉരുളക്കിഴങ്ങ് തണ്ടിലാണോ ഉണ്ടാവുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു. മണ്ണിൻ്റെ അടിയിലാട്ടോ ഉരുളക്കിഴങ്ങ്, കൂർക്ക, ചേമ്പ്, ചേന എല്ലാം മണ്ണിൻ്റെ അടിയിലാണ്. ഓരോ പറഞ്ഞിട്ട് കാര്യമല്ല. എനിക്കും പണ്ട് ഞാൻ ഉരുളക്കിഴങ്ങൊന്നും ആദ്യം നട്ടിട്ടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിന് ആര് കുറ്റം പറയാനില്ല. അറിവില്ലാത്തൊക്കെ ചോദിച്ചോളൂ, ഞാൻ മറുപടി പറയും. ഇഷ്ടം പോലെ കുത്തി അങ്ങ് അമർത്തുക. എത്രത്തോളം നമുക്ക് കഴിവ് ആരോഗ്യമുണ്ടോ അത്രത്തോളം കുത്തി അമർത്തുക. എന്നാൽ ഇത് കുറച്ച് ഞങ്ങൾ ഇരിക്കൂ. അങ്ങ് ഇരുന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണിടട്ടെ. ഇത് അത്രയേ ഉള്ളൂ, മണ്ണ് കുറച്ചിട്ടാൽ മതി. ഇനി ഇടുന്നത് ഞാൻ കാണിച്ചു തരാം. അടുത്തത് ഞാൻ കോഴിവള. ഈ കോഴിവളം എൻ്റെ അടുത്ത് ഒരു ചാക്ക് ഉണ്ട്. പക്ഷേ ഒരു ചാക്ക് കോഴിവളം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ ഇടാൻ പാടില്ല. കോഴിവളം ചൂടാ, അതിനൊരു നുള്ളു മതി, കുറച്ച് മതി. അപ്പോൾ ഞാൻ കോഴിവളം ഇട്ട് ഇനി അതിൻ്റെ മേലെയാണ് ഞാൻ കുറച്ച് മണ്ണിട്ടിട്ടാണ് നടാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഉരുളക്കിഴങ്ങിന് തൈ കണ്ടങ്ങൾ ഞെട്ടു. എൻ്റെ തൈ മുളച്ച് വന്നതൊക്കെ ഞാൻ എങ്ങനെ മുളപ്പിച്ചതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. എല്ലാം കാണിച്ചു തരാം. ഞാൻ മുളപ്പിച്ചത് ഞാനിങ്ങനെ തിരക്കിട്ട് പണിയെടുക്കുമ്പോൾ വേഗം ഉരുളക്കിഴങ്ങൊക്കെ മുറിച്ചിടാൻ നോക്കുമ്പോൾ മുളക്കും. പക്ഷേ എനിക്കാണെങ്കിൽ ആ സമയത്ത് എനിക്ക് നടാൻ കഴിയില്ല. ഒക്കെ നമ്മളെ കാര്യമല്ലേ, ഒരാളുണ്ടില്ല, പണിയെടുക്കണം, പിന്നെ തളരും ചെയ്യല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയോ, വേഗം കൊണ്ടുപോയിട്ട് ഓരോ പിന്നെ എൻ്റെ പൂച്ചട്ടിയൊക്കെ അല്ലേ അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ കുത്തി കൊടുത്ത് 5-6 കുത്തി കൊടുത്ത്. പിന്നെ ഏതായാലും നമ്മൾ പൂച്ചട്ടി നനയ്ക്കുമല്ലോ. അപ്പം ഇതിലങ്ങ് ഉഷാറിൽ മുളച്ചുണ്ടായി. ഞാൻ കാണിച്ചു തരാം കേട്ടോ മുളച്ചുണ്ടായത്. കാണിച്ച് ദൂരട്ടെ. ഉരുളക്കിഴങ്ങ് ഞാൻ ഓടി വന്ന് മുറ്റത്ത്, ഇതൊക്കെ എൻ്റെ ബോഗൺവില്ല പ്രൂൺ ചെയ്ത് നിർത്തിയതാട്ടോ. അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി നട്ടുകൊടുത്തപ്പോൾ 2 ഇല പരുവത്തിൽ വന്നിട്ട് ഒരു കുറേ ഇല ആയതുണ്ട്. ഇത് 2 ഇല 3 ഇല ആയിട്ട് വന്നിട്ട് നല്ല വേര. ഇതാ കണ്ടില്ലേ, ഇവിടെ ഇത് ആളായി വരുന്നേ ഉള്ളൂ. ഇനി ഇതൊന്നും അല്ല. ഇനി ഇതേ സമയത്ത് നട്ട വേറെ ഞാൻ കാണിച്ചു തരാം. അതിങ്ങോട്ട് പൊന്തി വന്നത്.
ഇപ്പൊ എന്റെ മുമ്പിൽ നിങ്ങൾ കാണുന്ന 5 ഉരുളക്കിഴങ്ങിന്റെ തൈ കണ്ടോ? ഒരു ഉരുളക്കിഴങ്ങ് തന്നെ മുളച്ചാൽ 3, 4, 5 തണ്ടിങ് വരൂ. അത് എനിക്ക് ഈ പ്രായം തന്നെ ഇവർക്ക് ഉള്ളത്. പക്ഷെ ഇത് കുറെ സൈഡിലിരുന്നു, അതുകൊണ്ട് ഇപ്പൊ മുളച്ച് ഉഷാറായി വരുന്നേ ഉള്ളൂ. ഇതൊക്കെ 1, 2, 3, 4, 5 ഉരുളക്കിഴങ്ങ് മുളച്ച് ഉഷാറായത് 5 ഞാൻ ഇന്ന് നടു. പിന്നെ നിങ്ങൾക്ക് ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ അവിടെ വെച്ചതാ. ഞാൻ എങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് കൊണ്ടുപോയി അങ്ങ് വെച്ചതിനിക്ക് മുള വന്നതാ. ഇങ്ങനെയൊക്കെ ചെയ്താണ്ടോ ഇഷ്ടം പോലെ വേരാ. ഇങ്ങനെയൊക്കെ ചെയ്താലുണ്ടല്ലോ നമുക്ക് ഉരുളക്കിഴങ്ങ് സൂപ്പറായിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യല. അതാ ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളും ചെയ്ത് നോക്കി എന്നുള്ളത്. ഇതെല്ലാം നടാൻ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം കൂടി നിങ്ങളെ കാണിച്ചത് വീഡിയോ നീണ്ടുപോകും. ഇത് ഞാനേ അതിൽ നിന്ന് കോരിയിട്ട് കുഞ്ഞു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചതാ. അതിൽ നിന്ന് കോരിയിട്ട് ഇത് മാത്രം കോരാണ്ട് അവിടെ വെച്ചതാ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് നടാൻ പോകുക കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ നടലിൽ നിന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. നടുമ്പോൾ ഞാൻ എൻ്റെ ഗ്ലൗസ് ഊരിയതാ, പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ നടാൻ പോകുന്നതാ മുള വന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാ ഇങ്ങനെ അങ്ങ് നട്ട് ചുറ്റും മണ്ണിട്ട് അങ്ങ് ഉറപ്പിച്ചാൽ ഇതിലൊക്കെ ചകിരിച്ചോറുണ്ട്. ഓരോ ഇതുണ്ട്. എന്താ ഇത്ര പണിയുള്ളൂ. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ? ഞാൻ കുറച്ചും കൂടി പിന്നെ ഇതൊക്കെ ഇടും. ഏതെന്നറിയോ? പിന്നെ വെയിൽ കൊള്ളാണ്ടൊക്കെ അതിൻ്റെ മേലെ ചുറ്റും കുറച്ച് കരിയിലൊക്കെ അങ്ങ് ഇടും. എന്നാൽ നമ്മൾ നനച്ചത് പെട്ടെന്ന് പോവുര, ഉണങ്ങി പോവുര. ഇങ്ങനെ അങ്ങ് ഇത് പുറത്തിടും, ഇത് പുറത്താക്കും. അത് നമ്മൾ സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. ഇത്രേ ഉള്ളൂ ഞാൻ നടുന്നത്. എനിക്ക് ഒരു ഉരുളക്കിഴങ്ങിൽ നിന്ന് 20 എണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയത് എൻ്റെ ചാനലുണ്ട്, എല്ലാവരും കണ്ടതാ, കുറേ പേര് കണ്ടതാ. അപ്പം ഞാൻ ഒന്ന് നട്ടു കഴിഞ്ഞിട്ടോ. ഇനി മറ്റേതൊക്കെ നടുന്നത് നട്ട് കഴിഞ്ഞിട്ടേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ, കാരണം നീണ്ടങ്ങ് പോവും. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് നട്ട് കണ്ടില്ലേ? ഇത്രേ ഉള്ളൂ എൻ്റെ പരിപാടി. എന്താ സൂപ്പറായി. ഇത് വെയിറ്റ് ഇല്ല, അതിൽ ഇല്ലല്ലോ, മണ്ണ് കുറവല്ലേ, എവിടെയും കൊണ്ട് കിടക്കാം. ഇതാ എടുത്തത് എല്ലാം നിറച്ച് റെഡിയാക്കിയത് നടാൻ പോവുക കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് ഇതാക്കിയാൽ മതി. എന്താ അപ്പം ചുട്ട് കളിക്കില്ല പണ്ട്, അതുപോലെ ഉണ്ട്. എല്ലാത്തിനും കൂടി ഒരു വിസ്മി ചെല്ലിയിട്ടുണ്ട്. എന്താ അങ്ങനെ 2 എണ്ണം. ഇനി അടുത്ത് 3-ാമത്തെ കേട്ടോ. പിന്നെ ഈ ഉരുളക്കിഴങ്ങ് പാകമാവാൻ എത്ര മാസമാവും ചോദിക്കലുണ്ട് ഓരോരുത്തർ. വീഡിയോ ഫുള്ള് കാണാണ്ട് ചോദിക്കല. നല്ല ക്ലിയർ വീഡിയോയിൽ പറയലുണ്ട്. ഞാൻ കൊടൈക്കനാൽ ടൂറ് പോയപ്പോൾ അവിടെ ഫുൾ ആ ഒരു തോട്ടം നിറയെ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് നട്ടതാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇതിന് എത്ര മാസമാവും. അപ്പോൾ അവർ പറഞ്ഞു 3 മാസമാകുമ്പോൾ. ഞാനൊരു 4 മാസമൊക്കെ എൻ്റെ ഞാൻ വിളവെടുക്കൽ 3 മാസമാകുമ്പോൾ ആവും. അപ്പോൾ അവരും പറയും 4 ഉരുളക്കിഴങ്ങും ഉണ്ടാവും. ഞാനത് എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, എൻ്റെ കൊടൈക്കനാൽ യാത്രയിൽ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇന്ന് പിരിച്ചു മാറ്റിയതാ. കണ്ടില്ലേ, കുറച്ചൊരു വാട്ടം വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ അതിന് കോരിങ് എടുത്തതാ. അങ്ങനെ 3 എണ്ണായി. കണ്ടോ ഉഷാറായിട്ട്. ഇതിന് കുറച്ച് വാട്ടം വന്നിട്ടുണ്ട്, ഞാൻ വെയിലത്ത് വെക്കൂര. അങ്ങനെ 4-ാമത്തെ എണ്ണി നോക്കി എത്രാമത്താന്നുള്ളത് എന്നോട് തന്നെ മാറിപ്പോകുന്നുണ്ട്, പ്രായമായതാ. ചപ്പൊക്കെ ഇട്ട് കൊണ്ട് എല്ലാ പൊട്ടി മിക്സ് ഒരേപോലെ, അതുകൊണ്ട് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട ആവശ്യമല്ല. എന്താ ഇത് മുറിച്ച് നടുന്നവരുണ്ട്, ഞാൻ മുറിച്ച് നടാറില്ല. എന്താണെന്നറിഞ്ഞോ? ഈ മുറിച്ച് നട്ടാൽ എനിക്ക് ഈ മുറിക്കാത്തിൽ കൂടുതൽ കിട്ടിയത്. അപ്പോൾ ഞാൻ മുറിച്ച് നടുന്നില്ല. അങ്ങനെ തന്നെ ഓരോരുത്തരങ്ങനെ പകുതി വെച്ച് കട്ട് ചെയ്ത് നടും. അങ്ങനെ എത്ര എണ്ണായി എന്നറിയോ? 4 എണ്ണായി. ഇനിയുണ്ട് നടാൻ. എന്താ കണ്ടില്ലേ, ഒന്നും വെയിറ്റില്ല. മറ്റത് കുറെ അതിൻ്റെ ഇടയിൽ കൂടെ ഇതും വന്നു. ഏതെന്നറിയോ? തക്കാളി തൈ. അത് ഞാൻ എല്ലാത്തിലും കരിയില എന്തെങ്കിലും ഉണ്ടാവും. അനങ്ങിയില്ല, ഇതിന് വാട്ടൊന്നും വന്നില്ല.
അങ്ങനെ വിജയകരമായിട്ട് 5 എണ്ണം ഞാൻ നട്ടു. ഒന്നുകൂടി ഉണ്ട്. 5 എണ്ണം നട്ടു. ഇതാ ഞാൻ 5 എണ്ണം നട്ട്. 1 2 3 4 5 5 ഉരുളക്കിഴങ്ങ് ഞാൻ നട്ടു. ഇനി ഞാൻ ഒരു മാസം മുമ്പ് നട്ട ഉരുളക്കിഴങ്ങ് കാണിച്ചു തരാം. ഒരു മാസമല്ല, 1.5 മാസമായി കാണും. ഇനി ശരിയായ സമയം അറിയുന്നില്ല. ഇതാ ഇത്രയൊക്കെ വലിപ്പം വെച്ചു. ഇതാ അവിടം വരെ എത്തി. പൂവിടാൻ തുടങ്ങിയിട്ടോ. ചിലപ്പോൾ അത് 1.5 മാസമായി കാണാം. ഞാൻ യൂട്യൂബിനെ നോക്കണം. കണ്ടില്ലേ? ശക്ക സിമെന്റ് ചക്ക, ചില്ലിക്കാശ് മുടക്കില്ലാതെ. അപ്പോൾ എൻ്റെ ഉരുളക്കിഴങ്ങ് വീഡിയോ അത്രേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.